ഹായ് ഫ്രണ്ട്സ്, ഞാൻ സീഡ് ട്രേയിൽ സീഡൊക്കെ ഇടാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ വിത്തുകളും നമുക്ക് ഇടാം. വെണ്ടക്ക, പാവല്, പയറ്, അങ്ങനെ കുറച്ച് വിത്തുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചീര ഇപ്പം ഇടുന്നില്ല, അത് ഇടുമ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിത്തുകളൊക്കെ ഇടാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചകിരിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് സൂഡോമോണസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ ട്രേയിലോട്ടേക്ക് നിറക്കാം. ഇനി ഈ കൊക്കോപീറ്റൊക്കെ മിക്സ് ചെയ്തത് നമുക്ക് ഈ ട്രേയിലോട്ടേക്ക് നിറയ്ക്കാം. സീഡ് ട്രേയിൽ ഒറ്റയടിക്ക് നമ്മൾക്ക് കുറേ വിത്തുകൾ ഇടുമ്പോൾ നമ്മൾക്ക് ഇത് എളുപ്പമായിരിക്കും. ഇനി സീഡ് ട്രേ ഇല്ലെങ്കിൽ നമ്മൾക്ക് വേറെ ഈ പേപ്പർ ഗ്ലാസ്സോ അല്ലെ പ്ലാസ്റ്റിക് ഗ്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിലോട്ടേക്ക് നമുക്ക് മണ്ണ് ഇതുപോലെ ഇട്ട് നിറച്ചിട്ട് നടാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ എല്ലാ വിത്തുകളും ഇതിലോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഒരേ വലുപ്പത്തിൽ കിളുത്ത് വരുമല്ലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഉള്ളു കുറച്ച് കുഴിയുള്ളതുപോലെ വാങ്ങുന്നതാണ് നല്ലത്. ഞാൻ ആദ്യം വാങ്ങിയത് ചെറിയ കുഴിയുള്ളതായതുകൊണ്ട് കൂടുതൽ അങ്ങ് വേര് ഇറങ്ങി വരാൻ പറ്റിയിരുന്നില്ല. അത് കാരണത്തിൽ ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത് കുറച്ച് കുഴിയുള്ള പോലത്തെ സീഡ് ട്രേ ആണ് വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെണ്ടക്കയുടെ വിത്ത് ഇടാം. അങ്ങനെ ഓരോ വിത്തുകളും നമുക്ക് ഇതിലോട്ടേക്ക് ഇടാം. മണ്ണിട്ടതിന് ശേഷം ഇതുപോലെ നേരത്തെ തന്നെ ഇങ്ങനെ ഹോളാക്കി കൊടുത്താൽ ഓരോ വിത്തുകൾ എടുത്ത് വേഗം ഇതുപോലെ ഓരോന്നിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. പയറിന്റെ വിത്താണ്. ഇനി അടുത്ത വിത്ത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് പയറാണ് ഞാൻ ഇടുന്നത്. ഇതിൽ എത്ര സീഡ് കിളുക്കാതിരിക്കുമൊന്നും അറിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നോക്കാം, നമുക്ക് എല്ലാം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എത്ര എണ്ണം കിളുത്ത് വരുമെന്ന് അറിയില്ല. ഉള്ള വിത്തുകൾ മുഴുവനും ഞാൻ ഇട്ടുണ്ട്. ഒരു 12 വിത്തെങ്കിൽ ഇട്ടാൽ ഒരു 5 എണ്ണമെങ്കിലേ മുളച്ച് വരുള്ളൂ. ഇനി അടുത്തത് ഞാൻ പാവലാണ് ഇടുന്നത്, അതും ഇട്ട് കൊടുക്കാം. പാവലൊക്കെ കിളുത്ത് വരാൻ കുറച്ച് ദിവസം എടുക്കും. ഒരാഴ്ച 10 ദിവസമെങ്കിലും ആവണം, എന്നാൽ മാത്രമേ ഒന്ന് കിളുത്ത് വരുള്ളൂ. അടുത്തത് പീച്ചിലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വിത്തുകളും ഈ ട്രേയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തം 50 കുഴിയുള്ള ട്രേ ആണ്. ഈ 50 കുഴിയുള്ള ട്രേന് 80 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം ഉള്ളു കുഴിയുള്ള ട്രേ തന്നെയാണ് ഇത്. അങ്ങനെ എല്ലാ വിത്തുകളും ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോന്നിൽ 2 വീതം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. രണ്ടും കിളുത്ത് വന്നാൽ രണ്ടും ഒരു ഗ്രോ ബാഗിൽ തന്നെ നമുക്ക് നടാവുന്നതേ ഉള്ളൂ. അങ്ങനെ വിത്തിട്ടതിന് ശേഷം എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്യുക. അതിൻ്റെ മേലെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അധികം ആഴത്തിൽ വിത്ത് ഇടരുത്, ഒരു മീഡിയം ആയിട്ട് ഇടുക. എന്നാൽ മാത്രം താഴോട്ട് വേര് പോകാനും മേലേക്ക് കിളുത്തു വരാനും സൗകര്യം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇങ്ങനത്തെ ട്രേ വാങ്ങുവാണെങ്കിൽ 50 വിത്തൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ഇടാവുന്നതല്ലേ ഉള്ളൂ.
അങ്ങനെ സീഡ് ട്രേയിൽ സീഡൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് അത്യാവശ്യമാണ്. വിത്ത് ഇട്ട ഉടനെ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മണ്ണിന് നല്ല ഈർപ്പം ഉണ്ടായിരിക്കണം എപ്പോഴും, എന്നാൽ മാത്രമേ വിത്തുകൾ വേഗം കിളുത്ത് വരുള്ളൂ. അപ്പൊ ഇങ്ങനെ വേസ്റ്റ് ആയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ അടുത്ത്, അപ്പൊ അതിങ്ങനെ വേസ്റ്റ് ആക്കി കളയണ്ട. അതിന്റെ അടപ്പിന് ഒരു 4-5 ഹോൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ സ്പ്രേ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. മണ്ണിന് എപ്പോഴും ഈർപ്പം വേണം, എന്നാൽ മാത്രമേ പിന്നെ വേഗത്തിൽ മുള വരുള്ളൂ, കിളുത്തും വരികയുള്ളൂ. അപ്പൊ അങ്ങനെ എൻ്റെ സീഡ് ട്രേയിൽ സീഡൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പയറൊക്കെ വേഗം കിളുത്ത് വരും. പയറ് വെണ്ടയൊക്കെ കണ്ടില്ലേ, പയറൊക്കെ ഒന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു 5 ദിവസം ആയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത്. 5 ദിവസം ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തതാണ്. എത്രയൊക്കെ കിളുത്തു എന്നൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ ഇത്ര മാത്രമേ കിളുത്ത് വന്നുള്ളൂ. ഇനിയും കിളുത്ത് വരാൻ കുറേ സീഡ്സ് ഉണ്ട്. ചിലപ്പോൾ കിളുക്കുകയില്ല. ഞാൻ സീഡ്സ് ഇട്ടതിൽ 10 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഇത്. ഓരോന്ന് കിളുത്തു, ഓരോന്ന് കിളുത്തില്ല, ഇങ്ങനെയാണ് ഉള്ളത്. കണ്ടില്ലേ, കിളുക്കാത്ത സീഡ്സ് നമ്മൾ ഒന്ന് ഇങ്ങനെ പിന്നെ മണ്ണിങ്ങനെ ഉറച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചില വിത്തുകൾ അങ്ങനെയും കിളുത്ത് വരും. ചിലപ്പോൾ മണ്ണിനോട് കൂടി ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ടാവും. അതിനു വേണ്ടിയാണ് കൊക്കോപീറ്റ് അധികം ഇടാൻ പറയുന്നത്. മണ്ണിന്റെ കൂടെ കൊക്കോപീറ്റ് അധികം ഇടുവാണെങ്കിൽ നമുക്ക് വിത്തുകൾ വേഗം കിളുത്ത് വരും. അപ്പൊ അങ്ങനെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കിളുത്ത് വരാത്ത സീഡ്സ് ട്രേയിൽ തന്നെ വീണ്ടും ഞാൻ ഓരോ കുഴിയിലും ബീൻസിന്റെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പയറൊക്കെ ഒരു 3 ഇല പരുവായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ പയറൊക്കെ നമ്മൾക്ക് ഇനി ഗ്രോ ബാഗിലോട്ടേക്ക് മാറ്റി നടാം. കണ്ടില്ലേ പയറ്. അപ്പൊ ഇത് ഗ്രോ ബാഗിലോട്ടേക്ക് മാറ്റി നടുന്ന രീതിയും ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന രീതിയും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കുവേ. അപ്പൊ അടുത്ത വീഡിയോ ഇങ്ങനെ തൈ നടുന്ന രീതിയൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ എൻ്റെ ഈ വിത്തിടുന്ന രീതിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഒട്ടും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത് തന്നെ വരാവേ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക്